ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഉപ്മാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടല റവ ഉപ്മാവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ഉപ്മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് കളർ മാറി ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. സവാള ഒന്ന് വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞങ്ങളിവിടെ കുക്കറിൽ നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ്. അതിൻ്റെ വെള്ളം അടക്കം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം തന്നെയാണ് മെയിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. എന്നിട്ട് വേണം നമ്മളുടെ ഉപ്മാവിന് ആവശ്യമായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല റവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി മുതൽ എല്ലാവരും ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.